ഗൈസ് നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് എവിടെ സ്പോണാൻ പോണേ നോക്കാം. ഗൈസ് നമ്മളിന്ന് ലെറ്റ്സ് പ്ലേ എന്ന് പറഞ്ഞൊരു വേൾഡ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വേൾഡിൻ്റെ അകത്ത് ഇപ്പോൾ സ്പോണായി വീണിട്ടുള്ളു. ആദ്യം ഈ മരം വെട്ടി തുടങ്ങാം. മരം പൊട്ടി വീഴും മരമേ. ഈ മരം പൊട്ടണില്ല. ഗൈസ് നമുക്കൊരു ലോഗ് കിട്ടി. ഗൈസ് അടുത്ത ലോഗ് കിട്ടി. താഴത്തുള്ള നമുക്ക് ലാസ്റ്റ് പൊട്ടിക്കാം. ഗൈസ് ആദ്യം മേളിലെല്ലാം പൊട്ടിച്ചു. അത്യാവശ്യം വലിയ മരം ആയതുകൊണ്ട് 6 ലോഗ് കിട്ടി നമുക്ക്. ഇവിടെ ആരാ പ്ലേസ് ചെയ്തോ? ഞാൻ എടുത്ത ലോഗ് തിരിച്ചെടുത്തിട്ടേ പോകുള്ളൂ. നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോണെന്താണെന്ന് വെച്ചാൽ കുറച്ച് മൈനിങ് ചെയ്ത് ഒരു 1-2 പീസെങ്കിലും അയൺ കണ്ടുപിടിക്കണം. അത് ചുമ്മാ അല്ല, ഒരു ഗോളിന് വേണ്ടി വെച്ചേക്കണാണ്. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഇതെന്ന് പറയുമ്പോൾ ഒരു ബെഡ് ഉണ്ടാക്കണം. ആദ്യത്തെ ഡേ സർവൈവ് ചെയ്യണം. പിന്നെ എന്താ ഒരു വീടിൻ്റെ തുടക്കം മാത്രം ഉണ്ടാക്കിക്കണം. അത് സ്റ്റാർട്ടർ പീസ് ആയിരിക്കണം. വലിയ വീടെന്ന് ആവശ്യം. ആദ്യം മരം വെട്ടി തന്നെ തുടങ്ങും. കുറച്ച് മരം ആവട്ടെ. മരം വെട്ടാനും പറ്റില്ല. ഒരു ആക്സാണ് എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ ഉണ്ടാക്കിയാലും മതി. ആദ്യം പിക്കാക്സ് ഉണ്ടാക്കി മൈനിങ്ങിന് പോകണം. ഇവിടെ എവിടെയോ ഷീപ്പിലുണ്ടല്ലോ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം. ഗൈസ് ആദ്യം ലോഗാക്കണം. മൊത്തം 12 20 24 ഇനി മുന്നല്ല 36 44. അപ്പോൾ എല്ലാം നമ്മൾ ലോഗാക്കിയിട്ടുണ്ട്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗൈസ് സാപ്ലിംഗ് എടുത്തിട്ട് ഇവിടെ വെച്ചേക്കാം. ഗൈസ് നമുക്ക് സോഡൊക്കെ ഉണ്ടാക്കേണ്ടത് അവിടെ കാണാനില്ലല്ലോ. ഇവിടെ പോയി ചേട്ടാ സോഡ്. സ്റ്റിക്ക് ഉണ്ടാക്കണം ഗൈസ് നമ്മൾ ആദ്യം. വുഡൻ പിക്കാക്സ് ഗൈസ്. ഇനി നമുക്ക് മൈനിങ് തുടങ്ങാം. ഈ പുല്ല് വെട്ടി മൈനിങ് തുടങ്ങാം. ഇങ്ങനെ മൈൻ ചെയ്യുമ്പോൾ നമുക്ക് വേഗം ഡീപ്പായിട്ട് എത്താൻ പറ്റും. കേവിൽ പോയി മൈൻ ചെയ്യണ റിസ്ക് എടുക്കരുത് ആദ്യം കാര്യം. അത് ഭയങ്കര പണിയായി. സ്റ്റോൺ കിട്ടി. അയൺ കിട്ടി ഗൈസ്. പക്ഷെ നമുക്കിപ്പോൾ വുഡൻ പിക്കാക്സ് വെച്ച് പൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്തിട്ട് പോകാം. സ്റ്റോണാണെങ്കിൽ പൊട്ടണമില്ല. ഞാൻ സ്റ്റോൺ പിക്കാക്സ് ഉണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഡയമണ്ടൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ എനിക്ക് ഉണ്ടായി. പക്ഷേ പറ്റിയില്ല. ഇനി മുതൽ ഇത്ര ലോങ് ഉള്ള വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല. ഇതിൽ ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ടാവും കേട്ടോ ഗൈസ്. ഇത് ഫസ്റ്റ് എപ്പിസോഡ് ആയതുകൊണ്ടാണ് ഇച്ചിരി ലോങ് വീഡിയോ. ഇതിലൊരു എത്ര മിനിറ്റ് വേണോ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അടുത്ത എപ്പിസോഡ് ഞാൻ മിനിമം ഒരു 5 to 10 മിനിറ്റ് ചെയ്യാൻ നോക്കാം. ഫർണസ് പ്ലേസ് ചെയ്യാം. ഫർണസ് ഇവിടെ ഉണ്ടോ? ക്ലിക്ക് ആവുന്നുണ്ടല്ലോ. ഫർണസ് നമുക്ക് ഇൻപുട്ടും വെക്കാനുള്ളതൊക്കെ വന്നുണ്ട്. പക്ഷേ ഫർണസ് കാണാനില്ല. ഇപ്പം അയൺ മൈൻ ചെയ്യാൻ പോവാം. എത്ര അയണുണ്ട്? ഈ 2 എണ്ണം ഉള്ള. എന്തായാലും ഗോള് കംപ്ലീറ്റ് ആയില്ലേ. ഫസ്റ്റ് നൈറ്റ് സർവൈവ് ചെയ്യാൻ വേണ്ടി ഒരു വൂളുണ്ട്. അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട കേസ്. ഇപ്പം നമുക്ക് വൈകുന്നേരം പോലും ആയിട്ടില്ല, ഉച്ചയായിട്ടുള്ളൂ. ക്ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ട് സമയം പറയാൻ പറ്റും. മൈൻക്രാഫ്റ്റിലെ ഡേയ്സ് പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഒരു ക്ലോക്ക് മാത്രം മതി. ഈ 35 ലോഗിനെ കുറച്ച് സ്ലാബ് ആക്കാം. സ്ലാബ് കത്തിത്തീരാൻ സമയം എടുക്കും. അവിടെ നിന്ന് കത്തട്ടെ. ഇപ്പോൾ കുറച്ച് മരം വെട്ടണം, സ്റ്റോൺ വെട്ടണം. രക്സ് ഉണ്ടാക്കിയാലോ? സ്റ്റിക്കില്ല. ഈ സമയത്താണ് സ്റ്റിക്കില്ലാത്തത്.
ലാഗ് ഒരു എക്സ് ഞാൻ എക്സും ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതങ്ങോട്ട് വെട്ടിക്കളയാം. ഞാൻ ഉണ്ടാക്കാൻ പോണ വീട് അത്ര നല്ല വീടെന്നാണ് ഞാൻ പറയാനുള്ള. കാരണം ഞാൻ ഇപ്പോഴും ചെറിയ കൊച്ചാണ്. അല്ല ചെറുതല്ല, ഭയങ്കര വലുതാണ്, അത്യാവശ്യം വലുതാണ്. അപ്പം ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് എനിക്കും ചെയ്യാൻ പറ്റും, അതുപോലെയൊക്കെ ചെയ്യാം. പിന്നെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും മൈൻക്രാഫ്റ്റിൻ്റെ കോഡ് ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ടിപ്സൊക്കെ ഒന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഞാനൊരു സീരീസ് ചെയ്യാൻ നോക്കി, തുടങ്ങിയിട്ടൊരു വ്യൂ അതുപോലും കിട്ടിയില്ല. ഇതിനൊരു വ്യൂ എങ്കിലും കിട്ടണമെന്ന് എന്തോ കിട്ടിയാൽ കൊള്ളാം. പിന്നെ ഇത് വെറും ബിഗിനേഴ്സിന് വേണ്ടിയുള്ളതാണ്. ഹൈ വൂള് കിടക്കണ്ട അടുത്ത്, ഇപ്പോൾ ഒരു വൂളും കൂടി മതി. ഇവിടെ എവിടെയോ അടുത്ത് പട്ടി ഉണ്ടെന്ന് തോന്നുന്നു. പട്ടിയാണ് ഷീപ്പിനെല്ലാം സാധാരണ കൊല്ലാറുള്ളത്. പട്ടി ഉണ്ടെങ്കിൽ അത്ര യൂസ് ആയി. എവിടെയെങ്കിലും കിടന്ന് വൂളും കിട്ടും. സാപ്ലിങ് എടുത്തേക്കാം, സ്റ്റിക്ക് കൊടുക്കാം, സാപ്ലിങ് കൊടുക്കാം, സ്റ്റിക്ക് കൊടുക്കാം. ഇതടക്കം വേറെ സാപ്ലിങ്. ഇതായിരിക്കും പട്ടിയല്ലേ കണ്ടത് പട്ടിയല്ലേ? ഓ പട്ടി. ഈ പട്ടീൻ്റെ പുറകെ പോയ വൂള് കിട്ടുക. ഷീപ്പിനെ കൊന്നിട്ട വൂളുണ്ടാവും അവിടെ. ഈ മരം നമുക്ക് മൊത്തം വെട്ടിയിടാം. സെറ്റ്. എൻ്റെ അമ്മ അവിടെ വിളിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അമ്മ പോയി. അപ്പം നമുക്ക് ഇതിനൊക്കെ ഒന്ന് പന്നീനെ കൊടുക്കണം. എല്ലാം വുഡ് കിട്ടണം. എനിക്ക് കൺഫ്യൂഷൻ. അതേടെ കണക്ട്. ഇവിടെ എവിടെയാണ് ഞാനൊരു ഷീപ്പിനെ കണ്ട പോലെയൊക്കെ തോന്നി. ഇവിടെ എവിടെയായിരുന്നല്ലോ, പെട്ടെന്ന് ഞാൻ കണ്ടോലോ. ശരിന്റെ കഷ്ടമാണ്. ഞാൻ കണ്ടു ദേവോട് അവൻ്റെ പുറകെ ഞാൻ ഓടും. ചാട് 1 2 ആശത്ത്. ഇങ്ങനൊന്ന് ബെഡ് ക്രാഫ്റ്റ് ചെയ്യാം. കണ്ട ഗ്ലിച്ച് കണ്ട. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് അടിയിലുള്ള എല്ലാം കാണാൻ പറ്റും. ഹലോ ഫുഡ്. ഈ ഫുഡ് എടുക്കണം. അതേ 2 ഷീപ്പ്. ഇവൻ കൊന്നോളൂ. നമ്മൾ വെറുതെ നിന്നാ മതി. കൊന്നു തരൂ. ഇവനെ കൊല്ലു. എന്നെ മച്ചാനെ വേഗം കൊല്ലു മച്ചാനെ. കൊന്ന് നമുക്ക് കിട്ടി. യെസ്, ഫുഡ് മൊത്തം. ഓക്കെ. എൻ്റെ അനിയത്തിയാണെങ്കിൽ അവിടെ മൊത്തം ടി വി വെച്ചുകൊണ്ടിരിക്കും. നമുക്ക് നേരെ കാണാം. മരം കൂടെ വെട്ടിത്തീര്. അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് എത്ര ലെങ്ത് വേണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇതാറ് സ്ട്രിപ്പ് ചെയ്ത് വെച്ചോ. ഇതിൻ്റെ അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്. ഞാനത്ര പ്രോയും അല്ല. ഈ വീഡിയോ കാണുന്ന മൈൻക്രാഫ്റ്റിൻ്റെ ദൈവങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഇത് കഷ്ടമാണ്. ഇത് സ്ട്രിപ്പായി പോകുന്ന ലോകം. ഇവിടെ സ്ട്രിപ്പായി. ഇങ്ങനെ വുഡെല്ലാം. ഒരു കറുത്ത ഷീപ്പ്. ഇവനെയും കൊല്ലാം. വൂളാടാ വൂളെവിടെ? കറുത്ത വൂള് തന്നെ. ഇവന്മാരെ കൂട്ടി വെച്ചെങ്കിൽ ഫാം കിട്ടിയാണ്. അതെ ലെതർ കിട്ടാൻ വേണ്ടി നമ്മൾ കവിനെ കൊല്ലണം. അവൻ ലെതർ ഡ്രോപ്പും ചെയ്തില്ല. എന്ത് ചെയ്യാനാ? മട്ടൺ പറഞ്ഞ ബീഫാ. അവനെന്തോ ഡ്രോപ്പ് ചെയ്യും തിന്നണം. അപ്പോൾ നമുക്ക് ഈറ്റ് ചെയ്യാം. പിന്നെ ഒരു വെള്ള ഗുണമാണ്. പിന്നെ ഒരു ബെഡും ക്രാഫ്റ്റ് ചെയ്ത് 1 2 3 ഞാൻ ഉറങ്ങാൻ പോണു. രാത്രിയായിട്ടില്ല. ഇതെല്ലാം വെട്ടാം. ഈ മരം വെട്ടിക്കഴിയുമ്പോൾ രാത്രിയാവും തോന്നാൻ. ഈ മരം ഒരു വല്ലാത്ത മരമായി പോയല്ലോ.
രാത്രിയായി. എനിക്ക് തോന്നണേ എൻ്റെ ഏത് വീഡിയോ എടുത്താലും ഒരു ക്രീപ്പർ പൊട്ടിത്തെറിക്കണം നമ്മൾ കാണാറുള്ള കാര്യമാണ്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവില്ല, അതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ വീഡിയോ എന്നല്ല, ഞാൻ മൈൻക്രാഫ്റ്റ് കളിച്ച ക്രീപ്പർ ഒന്ന് പൊട്ടിത്തെറിക്കും, അതാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷേ അതിലെന്താ ഉണ്ടായെന്ന് ഞാൻ വീഡിയോ ഓഫ് ചെയ്ത് ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ക്രീപ്പർ പൊട്ടിത്തെറിച്ച് വീടും കൊണ്ട് ഞാനും ചത്ത്. ഞാൻ ചത്തില്ല, ജസ്റ്റ് മിസ്സിനെങ്ങാലും രക്ഷപ്പെട്ടു. ക്രീപ്പർ പൊട്ടി വെച്ച് 2 ഇങ്കറ്റ് റെഡി ആയിട്ടുണ്ട്. അത് 2 കൊടുക്കാം. ചാർക്കോൾ വേണം നമുക്കിനി, അതവിടെ ശരിയാകും. നമുക്ക് അടുത്ത വീഡിയോ എന്തായാലും ഈ അടുത്ത് തന്നെ വരും. അതങ്ങനെ ഉറപ്പ് പറയാൻ പറ്റൂലെന്ന് വരും, അതാണ് പ്രശ്നം. ഞാൻ എക്സ്പ്ലോർ ചെയ്യണമായിരിക്കും നല്ല എന്നാണ് അടുത്ത വീഡിയോയിൽ. ഈ അടുത്തൊന്നും വില്ലേജ് ഇല്ലെന്ന് തോന്നുന്നു, കാരണം ഇത് ഫോറസ്റ്റാണ്. ഫോറസ്റ്റിൽ അല്ല, നമ്മളിപ്പോൾ ഉള്ള ഐലൻഡിലാണെന്ന് തോന്നുന്നു. നമുക്ക് പിന്നെ നോക്കാം. ആദ്യം തന്നെ എന്താ മൊത്തം ഗ്ലിച്ചാണല്ലോ അവിടെ. എന്തൊരു ഗ്ലിച്ച് ഇത്. ഇതൊക്കെ മൊത്തം എടുക്കാം. ഷീപ്പിനെയും കൊല്ലാം. ഞാൻ ഫോണിൽ കളിക്കണോണ്ട് അതിൻ്റെ ലാഗ് ഉണ്ടാവും. PC ഒന്നും എൻ്റെ അടുത്തില്ല. PC ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോണിൽ കളിക്കണം. ഇത് മൊത്തം വെട്ടിയെടുക്കാം. ചാട മേളിൽ ലീഫുണ്ട്, സൈഡിൽ കൂടി വേണം. ചാർക്കോൾ കിട്ടി. ചേച്ചിന് മൈനിങ്ങിന് പോകാൻ വേണമെങ്കിൽ ഒരു ചാർക്കോളും പിന്നെ ഒരു സ്റ്റിക്കും വെച്ച് നമുക്ക് 4 ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും. ആ 24 ടോർച്ച് കണ്ട, എൻ്റെ കണക്ക് തെറ്റിയില്ല. 24 കൃത്യം. ഇനി നമുക്ക് മൈനിങ്ങിന് പോകാം. കൂരാക്കൂരി ഇട്ടാലും ഇവിടെ മൊത്തം ടോർച്ച് വെച്ചപ്പോൾ സെറ്റ്. ഈ മൊത്തം പൊട്ടിച്ചളയാം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാണ് ഈ മൈനിങ്. ഗോള് കിട്ടി. നമുക്ക് കോളാൻ ശരിക്കും ആവശ്യം. ഈ ചാർക്കോളല്ലായിരുന്നു. ഗ്രാനൈറ്റ് എത്തി. മൈൻ ചെയ്ത് നോക്കാം. സ്വന്തം ബ്ലോക്ക് മൈൻ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇതിൻ്റെ പുതിയ ഇതിപ്പോൾ എപ്പിസോഡ് 1 ആണ്. ഈ സീരീസിന് ഞാൻ ഇട്ടേക്കുന്ന പേര് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് 1 ആണിത്. എപ്പിസോഡ് 2 നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇടാം. ലാഗ് അടിക്കും. പിക്കാക്സും പൊട്ടാറായി. ഈ ബ്ലോക്ക് ഞാൻ പൊട്ടിച്ചില്ലേ. അതും പൊട്ടിച്ച് എന്തൊരു കഷ്ടമാണ്. ടോർച്ചും വെച്ച് ചാടി മുകളിലേക്ക് പോവാം. ഈ ഗ്രൈൻഡ് ചെയ്യണ പരിപാടി എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ പിക്കാക്സും പൊട്ടാറായി. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ചും കൂടി ആണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നോക്കാം. മൈൻക്രാഫ്റ്റിൻ്റെ തുടക്കം. ദേ നിൽക്കണൊരു ഷിപ്പ്. വച്ചാനെ 1 2 കൊണ്ടില്ല 2. എവിടെയാണ് ഒരു വില്ലേജ് കണ്ടുപിടിക്കുന്നത്. എനിക്ക് മൈൻക്രാഫ്റ്റിൻ്റെ അകത്തൊരു അത്യാവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് വില്ലേജ്. ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്രീപ്പർ പൊട്ടിത്തേച്ച് ഞാൻ പറഞ്ഞില്ല ക്രീപ്പർ പൊട്ടുമെന്ന്.
ഇതൊരു മീറ്റിയോർ വന്ന് വീണ പോലെ ഉണ്ടല്ലേ. അതൊന്നും നമുക്ക് ആവശ്യമില്ല. കട ചോട് കുടിക്കോ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല. സമാധാനം. വീടുണ്ടാക്കാം ഇപ്പം. ഇത് വെറും നല്ല വീടുമല്ല, എന്നാൽ ശേഷം പൊട്ടിയാമല്ല. ഈ വീട് അടുത്ത എപ്പിസോഡിലായിരിക്കും ഈ വീടിൻ്റെ ഇത് കാണാൻ പോണത്. നിങ്ങൾ ഒടുക്കത്തെ ഗ്ലിച്ച്. ഇങ്ങനെ പോയാൽ വീട് മൊത്തം ലോഗോ വെച്ച് നടക്കേണ്ടി വരും. ഗ്ലിച്ച് കണ്ട. ഇതാണ് ഈ ഗ്ലിച്ച്. ഇത്രയും ഗ്ലിച്ച് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്റ്റിക്ക് അവിടെ കിടക്കട്ടെ. കണ്ട ഗ്ലിച്ച് കണ്ട. ഞാൻ എന്താ വെച്ചാലും ഇനി വരുമ്പോൾ ഇവിടെ ഒന്നും വരില്ല, വേറെ സ്ഥലങ്ങളിൽ വരും. ഇതെപ്പോഴും ഗ്ലിച്ച്. കണ്ട ഇതെനിക്കറിയായിരുന്നു ഇങ്ങനെ വരുള്ളൂ. എനിക്ക് അച്ചെടുക്കാൻ 1 2 3 അവിടെ പോയി തെറ്റിപ്പോയി. ആദ്യം ഇത് തീർക്കാം. തെറ്റായ ബ്ലോക്ക് ഞാൻ പൊട്ടിച്ച്. അതോടെ എക്സും പൊട്ടി. സമാധാനം. ഈ ഞാൻ ഉദ്ദേശിക്കുന്ന ഇവിടെ 2 നിലയ്ക്കുള്ള വീടാണ്. അപ്പൊ പിന്നെ തെറ്റി. ഇതെന്തൊരു കഷ്ടമായത്. എനിക്ക് മാത്രം ഇങ്ങനെ. നമ്മുടെ ഫോണിൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഇത് ബെഡ്റോക്ക് എഡിഷനാണ്. വില്ലേജസിനെ കുറിച്ചൊക്കെ ഓരോ ചെയ്യാനൊക്കെ ഭയങ്കര പാടുമാണ്. ജാവ എഡിഷൻ പോലെയല്ല. എൻ്റെ അടുത്ത് PC ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ബെഡ്റോക്ക് കളിക്കുന്നത്. ഓക്കെ, സ്റ്റെയർ എവിടെ? അതേരിക്കും സ്റ്റെയർ. കുറച്ച് സ്റ്റെയർ ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഇവിടെ ഉണ്ടാക്കി വെക്കാം. എന്തൊരു കഷ്ടമാണിത്. പിന്നെ എന്തൊരു കഷ്ടമാണിത്. നാളെ കളിയാക്കണം. കൃത്യമായിട്ട് വെച്ച് ഭാഗ്യത്തിന് വെക്കണമല്ലോ. സ്ലാബ് ഉണ്ടാക്കാതെ എന്നിട്ട് വുഡ് ബുദ്ധി. എന്നിട്ട് എനിക്ക് വുഡ് മേളിൽ വെക്കാനുണ്ട്, കുറച്ചടിയിൽ സ്ലാബാക്കി വെക്കാനുണ്ട്. നമുക്ക് ആവശ്യത്തിന് സ്പേസ് കിട്ടും. അത് കണ്ടപ്പോൾ നല്ല വലിയ ഒരു മരം പോലെ വന്നല്ലേ. എന്താ കാര്യം അറിയില്ല, മരം പോലെ ഇരിക്കുന്ന വീടാണ്. ഇത് അതേ മരം. ഈ മരമല്ലേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പൊട്ടിയത്. ഇത് പിന്നെ റീജനറേറ്റ് ആയിരുന്നു. ഞാൻ സാപ്ലിങ് കൂടെ നട്ടില്ലല്ലോ. എന്ത് ഒരു വുഡ് നമ്മളവിടെ വിട്ട്, അത് നമുക്ക് ആവശ്യമില്ല. കാരണം ഇത് മതി നമുക്കിത് തീർക്കാൻ. 1 2 3 4 5 6 7 8
ഇനി ഇതിൻ്റെ മേളിൽ പറഞ്ഞാൽ ചരിച്ചും കൂടി വെക്കണം. ഇനി ഇതിൻ്റെ അടിയിലൊക്കെ വെക്കാനൊക്കെ ഉണ്ട്. രാത്രിയാവാറായി. കണ്ടോ ഒന്നും ശരിയാവൂല ഞാൻ ചെയ്യണം. ഇത് ഗ്ലിച്ച്. ഒന്ന് പൊട്ടിക്കാൻ. പൊട്ടിക്കണം. ഈ പൊട്ടിക്കുക. മേളിൽ സ്ലാബ് വെച്ചു പ്ലാങ്ക് വെക്കണം. ഇതും കൂടി അങ്ങോട്ട് സ്ലാബ് ആക്കി കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ല. പിന്നെ മേളിൽ എന്തെങ്കിലും നാളെ തീരുമാനിക്കാം. സ്ലാബോടെ സ്ലാബ് ഞാൻ ഉണ്ടാക്കണില്ല. ഇങ്ങോട്ട് 12നെ 6 ആക്കണം. പിന്നെ ഒരു 6 സ്ലാബ് പോരട്ടെ. അല്ല എന്തോരം സ്ലാബ് പോരട്ടെ പറ്റുള്ളത്ര. 18 സ്ലാബ് ചെയ്തോ കുറവാണെന്ന് തോന്നണേ. ഇനി ഇതിൻ്റെ മേളിലും വെച്ച് താഴ്ത്തും വെക്കുമ്പോൾ ഒരു 6 എണ്ണം കുറവ് വരും. എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ കണക്കൂട്ടൽ. ഞാൻ മാത്സിൽ പ്രോ ആണെന്നാണ് എൻ്റെ വിചാരം. എന്നേലും പ്രോ ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പൊട്ടിക്കൂ ബ്ലോക്ക് പൊട്ടിക്കൂ 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 ബ്ലോക്ക് പൊട്ടിക്കൂ 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 ബ്ലോക്ക് പൊട്ടിക്കൂ 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 ബ്ലോക്ക് പൊട്ടിക്കൂ 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 ബ്ലോക്ക് പൊട്ടിക്കൂ. ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. 6 എണ്ണമാണ് കുറവ്. 6 എണ്ണമായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്. ഓക്കെ, സ്ലാബ് ആക്കിയിട്ടുണ്ട്. ഒരു സോഡ ഉണ്ടാക്കിയേക്ക്. ഇപ്പോൾ ഒരു സ്കെൽട്ടൺ ഞാനവിടെ കണ്ട്. അവനവിടെ സ്കെൽട്ടണെ കാണാനില്ല. എന്തൊരു കഷ്ടമാണ്. എന്തായാലും ഷീപ്പിൻ്റെ കൂടെ കിട്ടി. അതടിച്ച് മാറ്റിയേക്കാം. ഇതിൻ്റെ അടിയിലും കൂടി വെച്ചിട്ട് ടിങ് 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 ഇതെന്താ? പിന്നെയും തെറ്റി. ഇൻട്രോ എടുക്കാൻ പറ്റണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം.